ഓരോ സ്ഥലങ്ങൾക്കും പേര് വരാനായിട്ട് ഓരോ കാരണങ്ങളുണ്ടാകും. പേഴുങ്കോലിയായാലും ഉപ്പുകണ്ടമായാലും മൂങ്കിപ്പള്ളമായാലും നത്തുകല്ലാണെങ്കിലും എല്ലാ സ്ഥലങ്ങൾക്കും പേര് വരാനായിട്ട് ഒരു കാരണം ഉണ്ടാകും. ഇതാണ് പേഴുങ്ക. ഇത് കാണുമ്പോൾ പഴയ ഓർമ്മകൾ വരുന്നുണ്ട്. പേഴെന്ന് പറയുന്ന മരം ഇവിടെ നിൽപ്പുണ്ട്. കട്ടപ്പന ടാർ റോഡിൽ ഈ പേഴുങ്കോല എന്ന് പറയുന്ന സ്ഥലത്ത് പേഴുണ്ടായിരുന്നു, വലിയ പേഴ്. അപ്പോൾ അതിൽ ഇത്രയും വലിപ്പമുള്ള അതിൻ്റെ ബോൾ പോലെയുള്ള കായുണ്ട്. അപ്പോൾ അന്ന് ടാർ റോഡൊന്നും ഇല്ല, സാധാരണ മഡ് റോഡായിരുന്നു. ഇപ്പോൾ കട്ടപ്പന സൈഡ് നത്തുകല്ല് ഇരട്ടിയാർ സ്കൂളും വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അന്ന് ബോൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ പേഴുങ്കായാണ് ചവിട്ടി ഉരുട്ടുന്ന ബോൾ പോലെ റോഡിലൂടെ തട്ടി ഉരുട്ടി സ്കൂളിൽ പോകുമ്പം ആൺകുട്ടികൾ കൂട്ടമായിട്ട്, അന്ന് ഇതുപോലെ വാഹനങ്ങളില്ല, അന്ന് ഓട്ടോറിക്ഷയില്ല, കാറില്ല, കാളവണ്ടികൾ വല്ലപ്പോഴും വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പേഴുങ്ക ഇങ്ങനെ ചവിട്ടി ഉരുട്ടിക്കൊണ്ടാണ് ബോൾ പോലെ കളിച്ചുകൊണ്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇത് റോഡിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പേഴ് വെട്ടിക്കളഞ്ഞു. അതുപോലെ വലിയ 2 താന്നികളുണ്ടായിരുന്നു റോഡ് സൈഡിൽ. ആ വലിയ താന്നികളും പേഴും ഒക്കെ വെട്ടിക്കളഞ്ഞു. ഇപ്പോഴും പേഴും കവലയെന്നറിയപ്പെടുമ്പോഴും ഇതെന്താണെന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ. അവിടെ അങ്ങനെ പേഴുണ്ടായിരുന്നെന്നും അങ്ങനെ പേഴിൻ്റെ ചുവട്ടിൽ, പേഴിൻ്റെ സമീപത്ത് കടകൾ വന്നപ്പോൾ ആ കവലയ്ക്ക് പേഴും കവല എന്ന പേര് വരികയുമാണ് ഉണ്ടായത്.